ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാം ഓർക്കേണ്ടത് ഒരു സെക്കൻഡ് അല്ല ദേവൻ നമ്മളോട് പറഞ്ഞ ഒരു കാര്യമാണ്. പത്രസമ്മേളനത്തിന് അദ്ദേഹം പറഞ്ഞു, വനിതകൾക്ക് വേണ്ടി സംവരണം ചെയ്യേണ്ട കാര്യമില്ല, അവർ മത്സരിച്ച് ജയിച്ച് വരട്ടെ എന്ന വലിയ മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോ ഇത് അറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞത് ശ്വേതാ മേനോൻ അമ്മയുടെ അമ്മയാണെങ്കിൽ ഞാൻ അമ്മയുടെ അച്ഛനാണ് എന്നാണ്. അതാണ് ആ സ്പിരിറ്റ്. ദേവന് ഒരു വലിയ കൈയടി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതാണ് സ്പിരിറ്റ്. ഏറ്റവും നല്ല സ്പിരിറ്റ് കാണിച്ചിരിക്കുകയാണ്. വളരെ ഉദാത്തമായിട്ടുള്ള ചിന്തയാണ്. ഇപ്പോ നമ്മൾ സംവരണം വനിതകൾക്ക് വേണ്ടി നീക്കിവെക്കുന്നു, മാറ്റിവെക്കുന്നു എന്നൊക്കെ പറയുന്നതിനപ്പുറം നല്ല ഹെൽത്തി ആയിട്ടുള്ള നടന്നത്. ഭാരവാഹികളെ എല്ലാവരും തന്നെ അഭിനന്ദിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഈ പ്രോസസ്സ് ഗംഭീരമായതിന്, ഉച്ചയ്ക്ക് ശേഷമുള്ള ഡിബേറ്റ് വളരെ സജീവമാക്കിയതിന് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പുതിയ ടീമിന് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വരും. പക്ഷെ അതിനൊക്കെ നമ്മൾ കൂടെ നിന്ന് അവർക്ക് വേണ്ട പിന്തുണ നൽകി അമ്മയുടെ അംഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും പ്രവർത്തിക്കും എന്ന പ്രതിജ്ഞയോടെ ഭാരവാഹികളെ അതൊരു സീനിയർ അംഗം വരുന്നതായിരിക്കുന്നല്ലോ, കുറച്ചുകൂടെ സീനിയർ ആയിട്ടുള്ള ദേവൻ. ഐ റിക്വസ്റ്റ് ദേവൻ എന്ന് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കണം. അതാണ് അമ്മയുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത്. സത്യവാചകം ദേവൻ ചൊല്ലിക്കൊടുക്കും. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഒരു വനിത തന്നെ വലിയ, അതും എന്റെ ഒരു വാദം, എന്റെ ഒരു പറഞ്ഞതെന്ന് വെച്ചാൽ വനിത ഷുഡ് ഫൈറ്റ് ആൻഡ് വിൻ. അതുപോലെ തന്നെ ശ്വേത ഫൗട്ട് ആൻഡ് വിൻ. സോ വളരെ സന്തോഷമുണ്ട് എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ശ്വേതയുടെ കൂടെ തന്നെ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും ഞാൻ ശ്വേതയുടെ കൂടെ, കാരണം വെച്ചാൽ അമ്മ എന്ന അസോസിയേഷന്റെ വൈകാരികമായ ബന്ധമുള്ള ഒരാളാണ് ഞാനും. അതുകൊണ്ട് ഞാൻ എന്നും എല്ലാ സമയത്തും ശ്വേതയുടെയും ഈ ടീമിന്റെയും കൂടെ ഞാൻ ഒപ്പം ഉണ്ടാവും.